നമസ്കാരം. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മൊബൈൽ ഫോൺ നമ്പറിന്റെ പേരിൽ OTP അയച്ച് പുതിയ തട്ടിപ്പുമായി സംഘം രംഗത്തെത്തിയ വാർത്ത ഈയിടെയാണ് വാർത്തകളിലൂടെ പുറത്തു വന്നത്. വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ജിമെയിൽ എന്നിവ ഹാക്ക് ചെയ്യുന്നതിനും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നതിനും ഇത്തരം സൈബർ തട്ടിപ്പ് സംഘം ശ്രമിക്കുന്നുണ്ട്. സെലിബ്രിറ്റികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടെയുള്ളവരുടെ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി ആളുകളെ കബളിപ്പിച്ച് പണം തട്ടുന്നത് സൈബർ തട്ടിപ്പുകാരുടെ ഒരു സാധാരണ തന്ത്രമായി മാറിയിരിക്കുന്നു. ഇപ്പോഴിതാ രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്ന വ്യാജ അക്കൗണ്ട് സൃഷ്ടിച്ച് ആളുകളെ കബളിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സൈബർ കുറ്റവാളികൾ. അടുത്തിടെ ജാർഖണ്ഡിലെ ഹസാരിബാഗ് നിവാസിയായ മന്ദു സോണി എന്ന ഫേസ്ബുക്ക് ഉപഭോക്താവിന് രാഷ്ട്രപതിയുടേതെന്ന് തോന്നുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ഫ്രണ്ട് റിക്വസ്റ്റ് ലഭിച്ചു. പിന്നാലെ ജയ് ഹിന്ദ്, സുഖമാണോ എന്ന് രാഷ്ട്രപതി മന്ദുവിന് സന്ദേശം അയച്ചു. തുടർന്ന് ഞാൻ വളരെ അപൂർവമായേ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുള്ളൂ, എനിക്ക് നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ അയക്കൂ എന്ന സന്ദേശം അയച്ചു. ഇങ്ങനെയാണ് മന്ദു വ്യക്തമാക്കിയത്. മന്ദു തന്റെ നമ്പർ നൽകി. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഒരു സന്ദേശം വന്നു. ഞാൻ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഒരു കോഡ് അയച്ചിട്ടുമുണ്ട്, ദയവായി ഞങ്ങൾക്ക് കോഡ് പറഞ്ഞു തരിക, ഇത് 6 അക്ക കോഡാണ്. ഇതും സന്ദേശത്തിലുണ്ടായിരുന്നു. എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിയപ്പോൾ ഈ ചാറ്റ് രാഷ്ട്രപതി ഭവനെയും ജാർഖണ്ഡ് പോലീസിനെയും മറ്റുള്ളവരെയും ടാഗ് ചെയ്തുകൊണ്ട് മന്ദു എക്സിൽ പോസ്റ്റ് പങ്കിട്ടു. തുടർന്ന് റാഞ്ചി പോലീസ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം സൈബർ തട്ടിപ്പ് കുറയ്ക്കുന്നതിൽ കേന്ദ്രം പ്രത്യേക നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സൈബർ തട്ടിപ്പുമായി ഉപയോഗിച്ച ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിരുന്നു. 4.5 ലക്ഷം അക്കൗണ്ടുകളായിരുന്നു മരവിപ്പിച്ചിരുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ സൈബർ തട്ടിപ്പിനെ കുറിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇത്തരം തട്ടിപ്പുകൾ ചെറുക്കുന്നതിനുള്ള നടപടിയെടുക്കാൻ സൈബർ ക്രൈം കോഡിനേക്കാൾ സെന്ററിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നത്. ദേശസാത്കൃത ബാങ്കുകളിലെ ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്ന വാർത്തയായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.